മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് കൊളംബിയയിലേക്കാണ്. കൊളംബിയയിൽ ഈ നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ ഭൂചലനം ആണ് അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 7 മുകളിൽ തീവ്രത രേഖപ്പെടുത്തി. 100-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിലെ നിരവധി കെട്ടിടങ്ങൾ നിലംപൊത്തിയ സാഹചര്യം കൂടിയാണുള്ളത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രനാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. രഞ്ജിത്ത്, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. മരണസംഖ്യ ഉയരാനാണോ സാധ്യത? തീർച്ചയായും അങ്ങനെ തന്നെ കരുതണം അഭിലാഷ്. കാരണം നമുക്ക് ഈ നടുക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കൊളംബിയയിൽ നിന്നും പുറത്തു വരുന്നത്. ഏതാണ്ട് മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് തൊട്ടടുത്ത രാജ്യമായ വെനസ്വേലയിൽ സമാനമായ ഭീതിജനകമായ ദൃശ്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത്. അന്ന് 5000-ലധികം പേരാണ് അവിടെ മരണപ്പെട്ടത്. ഇപ്പോൾ തൊട്ട അയൽരാജ്യമായ കൊളംബിയയും സമാനമായ ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. കൊളംബിയയിലെ മിക്ക നഗരങ്ങളിലും ഈ ഭൂചലനത്തിൻ്റെ പ്രകമ്പനമുണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിനകം തന്നെ മരണം 140 കടന്നിരിക്കുന്നു. മരണസംഖ്യ ഉയരുമെന്ന് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരെ പറ്റി പറയുന്നത്. കാരണം അപ്രതീക്ഷിതമായ, നേരത്തെ നമുക്കറിയാം ഈ പ്രദേശങ്ങളൊക്കെ ഭൂചലനത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി പെട്ടെന്നുണ്ടായ ഒരു സംഭവമായി തന്നെ ഇതിനെ കാണണം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മാറി നിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതുമാത്രമല്ല, കൊളംബിയയുടെ അയൽരാജ്യമായ ഇക്വഡോറിലും സമാനമായി തന്നെ വലിയ പ്രകമ്പനമുണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. കെട്ടിടങ്ങൾ വിണ്ടുകീറി. കൊളംബിയൻ തലസ്ഥാനമായ ബോഗോട്ടയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ പടിഞ്ഞാറ് ചോക്കോ മേഖലയിലെ സാൻജോസ് ഡെൽ പാൽമോറാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 107 കിലോമീറ്ററോളം താഴെ ആഴത്തിലാണ് ഈ ഭൂചലനം ഉണ്ടായത് എന്നും വിലയിരുത്തലുണ്ട്. US ജിയോളജിക്കൽ സർവേയും കൊളംബിയ അധികൃതരും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ചോക്കോ മേഖലയുടെ തലസ്ഥാനത്ത് ഭൂചലനത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത്. ആളുകൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും വണ്ടികൾ ഈ പറഞ്ഞ പോലെ വലിയ പൊതു വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോഴും മറ്റുമായിരുന്നു പെട്ടെന്ന് വാഹനം നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. കാരണം റോഡ് അടക്കം വലിയ തോതിൽ പ്രകമ്പനം കൊള്ളുകയും കെട്ടിടങ്ങൾ ഇവർക്ക് മുന്നിലേക്ക് തകർന്നു വീഴുകയും ചെയ്തു. വാഹനങ്ങൾക്ക് മുകളിലും കെട്ടിടങ്ങൾ വീണ് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു, മരണം സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിസർവ് പ്രവിശ്യയിലാണ്. ഒപ്പം രാജ്യത്തെ പ്രധാന നഗരങ്ങളായ കാലി, പെരേര എന്നിവിടങ്ങളിലും കനത്ത നാശം വിതച്ചാണ് ഭൂകമ്പം കടന്നുപോയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിരവധി കെട്ടിടങ്ങൾ തകരുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പുതിയ കൊളംബിയൻ പ്രസിഡന്റായി അബലാർഡോ ഡീല എസ്പ്രിയല്ല സത്യപ്രതിജ്ഞ ചെയ്ത് ദിവസങ്ങൾക്കുള്ളിലാണ് രാജ്യം സമാനതകളില്ലാത്ത ഒരു ദുരന്തം ഫേസ് ചെയ്യുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തന രംഗത്ത് എത്തുകയും ദുരന്ത നിവാരണ സമിതിയുടെ ഓഫീസിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും മറ്റും ചെയ്തു. സൈന്യത്തോട് പൂർണ്ണ സജ്ജമായി തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പ്രസിഡന്റ് ആഹ്വാനം ചെയ്യുകയും സൈന്യം ഇപ്പോൾ പൂർണ്ണമായും കളത്തിലിറങ്ങുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും രാജ്യത്തിൻ്റെ മുഴുവൻ ശേഷിയും ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കണം എന്നാണ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വെനസ്വേലയ്ക്ക് പിന്നാലെ തൊട്ട അയൽരാജ്യമായ കൊളംബിയയിലും ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ശക്തമായ ഭൂചലനം ഉണ്ടായിരിക്കുകയാണ് അഭിലാഷ്. രഞ്ജിത്ത് സൂചിപ്പിക്കുന്ന പോലെ നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ ഭൂചലനം, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഭയാനകമായ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. പടുകൂറ്റൻ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഇളകിയാടുന്നു. അവിടെ നിന്ന് കോൺക്രീറ്റ് പാളികൾ നിലംപതിക്കുന്നു. കെട്ടിടം ഒന്നാകെ തകർന്നു വീഴുന്നു. വലിയ ദുരന്തം ആണ് കൊളംബിയൻ ജനത അനുഭവിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.